പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെതായ ഒരു ശൈലിയിലുള്ള അവിയലാണ്. അവിയൽ പറയുമ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ആകുമ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് അധികം മാറില്ല, എല്ലാം ബേസിക് ആയിട്ടെല്ലാം ഒന്ന് തന്നെ. പക്ഷെ ജില്ലകളൊക്കെ മാറും തോറും മാറും. ഞങ്ങളാണെങ്കിൽ തൈര് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ കുറച്ച് സാധനം ചിലയിടത്തേക്ക് പുളി ഒഴിക്കും, ചില സ്ഥലത്തേക്ക് പിന്നെ മാങ്ങ ഇട്ടുണ്ടാക്കും, തക്കാളി ഇട്ടുണ്ടാക്കും. ഇതൊന്നും ഇവിടെ ചെയ്യില്ല. ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് തൈര്, നല്ല കട്ട തൈര് ഒഴിച്ചിട്ടാണ് അവിയൽ ഉണ്ടാക്കുക. പിന്നെ തക്കാളി ഉള്ളിയൊന്നും ഞങ്ങൾ അങ്ങനെ ഇതിൽ ഉപയോഗിക്കില്ല. തക്കാളി ഉള്ളി ഒഴിച്ച് ബാക്കി എല്ലാ പച്ചക്കറികളും ഉപയോഗിക്കും. ഇവിടെ കുറച്ച് പച്ചക്കറി ജാസ്തി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉള്ളതെല്ലാം കുറച്ചെടുത്ത് മുറിച്ച് വെച്ചതാണ്. അതൊക്കെ ഞാൻ കാണിക്കാം. ഞാനെടുത്ത പച്ചക്കറികളാണ് മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. മത്തൻ കുറച്ച് ജാസ്തി എടുത്തിട്ടുണ്ട്. ഇത് പച്ചക്കായ, നേന്ത്രക്കായ, ഏത്തക്കായ എന്നൊക്കെ പറയുന്നത് പച്ചക്കായാണ്. ഇത് ചേന, പിന്നെ പയറും ബീൻസും ആണിത്. ഇത് മുരിങ്ങക്കായ, പിന്നെ ഇത് ക്യാരറ്റ്, കുറച്ച് കൈപ്പയ്ക്ക, പാവയ്ക്ക എന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് പാത്രത്തിലിട്ട്. അതെന്താ അറിയോ, ഒന്നുകൊണ്ടല്ല ടേസ്റ്റും ഉണ്ടാകും. അടിയിലൊക്കെ ഒന്ന് നോൺ സ്റ്റിക്ക് ആവുമ്പോൾ പിടിക്കില്ല, എന്നാലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഓരോരോ വെജിറ്റബിൾസ് ഇടാം. ആദ്യം ചേന ഇട്ടേക്കാം. ചേന ഇത് കൊള്ളുമെന്ന് പറയില്ല, സംശയം എടുപ്പത്. കായ, പിന്നെ മത്തൻ. കുറച്ച് പോവല്ലോ, അപ്പം അതിൻ്റെ അളവ് ശരിയായിക്കോളെന്ന് വിചാരിക്കും. പാകാവൂ നോക്കട്ടെ. അടുത്തത് ക്യാരറ്റ്. മുരിങ്ങക്കായ നമുക്കൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തിളച്ച ശേഷം ഇടാം. കുറച്ച് പയറ്, ബീൻസ്. ഇതൊക്കെ കൂടുതലാവും തോന്നുന്നുണ്ട്, സാറില്ല. കൈപ്പയ്ക്ക, കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കട്ടെ. മുരിങ്ങക്കായ ഒന്ന് തിളച്ചതിന് ശേഷം ഇട്ടാൽ മതി, അല്ലെങ്കിൽ അത് 4, 5, 8, 10 പീസായി പോകും. ഇനി നമുക്ക് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി വേണ്ടവർക്ക് കൂടുതലിടാം. ചില സ്ഥലത്തേക്ക് മഞ്ഞൾപ്പൊടി ഇടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്ത താമസിച്ചിരുന്ന ഒരു പാലക്കാട്ടുകാരുണ്ടായിരുന്നു. അവർ മഞ്ഞൾപ്പൊടി ഇടില്ല, വെറും വെള്ള കളറിലാണ് അവിയലുണ്ടാവുക. പക്ഷെ നമ്മളിവിടേക്കൊക്കെ മഞ്ഞ കളറുണ്ടാവുക. അവിയലിനൊരു കളറ് വേണമല്ലോ. ഉപ്പും ആദ്യത്തേക്കാം. വേണമെങ്കിൽ പിന്നെ ഒരു 1.5 സ്പൂണോളം 2 സ്പൂണോളം ഉപ്പിട്ടുണ്ട്. ഇനി നമുക്ക് 2 പച്ചമുളക് അതിലിടാം. 2 പച്ചമുളക് അതിൽ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വെള്ളം അധികം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ ഞാൻ. അധികം വെള്ളം അധികം വേണ്ടല്ലോ. ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാൽ ബാക്കി അവിയൽ കൊടുന്ന് വേകട്ടെ. വൃത്തിയായി ഒന്ന് ഇളക്കണം. പറ്റില്ല, ഇളക്കാൻ കുറച്ച് പ്രയാസം. ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ നമുക്കിതൊന്ന് വേവട്ടെ. അതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് അടുത്ത പണികൾ നോക്കാം. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ചിലപ്പോൾ ചിലരെന്താ വെച്ചാൽ കുറച്ച് മുളക് പൊടി ഇടും. ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല. തേങ്ങയും പച്ചമുളകും കൂടി അരച്ച് വെച്ചതാണ്. ചിലർ പിന്നെ ഞങ്ങളെവിടേക്ക് തന്നെ ജീരകം ചേർക്കും. എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ല, അത് കാരണം ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ അവിയൽ വെക്കുക എന്ന് പറഞ്ഞാൽ 2 ദിവസം രാത്രിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കഴിക്കാം. ഏതായാലും നമുക്കിതൊക്കെ ഇതിലേക്ക് ഇടാം. ഈ ചതച്ച് വെച്ചത് പച്ചമുളകും ഒരു അരമുറിയിൽ മേലെ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ചായാൽ അതിന് രുചി ഉണ്ടാവില്ല, ഒരു അരമുറിയെങ്കിലും വേണം. ബീൻസിൻ്റെ ഒക്കെ പോലെ അത് ഓരോ സ്ഥലത്തേക്ക് ഓരോ പേരാണ്. ഇനി ഞാൻ കുറച്ച് തൈര്, ഒരു 1/2 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒഴിക്കുകയാണ് കേട്ടോ. ഇത് പുളിക്കനുസരിച്ച് ഒഴിക്കാം. ഞാൻ അപ്പം അത് മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. എൻ്റെതായ രീതിയിലാണ്. ചിലർ ഇപ്പോൾ ഓരോ ദിക്കിലേക്ക് ചെറിയ ഉള്ളി, ജീരകം ഒക്കെ ചതച്ചിടും. ഇവിടെ ചെറിയ ഉള്ളി ഞങ്ങൾ ഇടില്ല. ചെറിയ ഉള്ളി ഇട്ട അതിൻ്റെ രുചി അവിയലിക്ക് ഒന്നാമത് ഓരോരുത്തർക്ക് കഴിച്ച ഓരോ ശീലങ്ങളുണ്ടല്ലോ, അത് കാരണം ഞങ്ങൾ ചെറിയ ഉള്ളി ഇടാറില്ല. ഞാൻ ജീരകത്തിൻ്റെ രുചി എനിക്കിഷ്ടമല്ല അവിയലിൽ. അപ്പോൾ വെറും തേങ്ങയും പച്ചമുളകും മാത്രം ചതച്ചിട്ടാണ് അവിയൽ ഞാൻ ഉണ്ടാക്കുക.
തൈര് ഒഴിച്ച് നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് കറിവേപ്പിൻ്റെ ഇല മീതെ ഇടാം. ഇട്ടാലും മതി. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഒഴിച്ചു. അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്തെ അവിയൽ, ഞങ്ങളുടെ ഏരിയത്തെ അവിയൽ. എല്ലായിടത്തേക്കും ഒരുമാതിരി ആവും ഞാൻ പറയുന്നില്ല. ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ അവിയലാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണിത്. എന്നാലും എൻ്റെതായ രീതിയിലുള്ളൊരു അവിയൽ, അത്രയേ ഉള്ളൂ. ഇഷ്ടമായോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.